ഇപ്പൊ കൂടുതലും കണ്ടുവരുന്നത് കോടതികൾ ആളുകളിൽ നിന്ന് ക്ഷമാപണം ആവശ്യപ്പെടുന്നതാണ്. നമ്മുടെ അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു ഔദാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസിയിലിരുന്ന് ഞാനത് പറയുകയാണ്. ദിസ് ടെൻഡൻസി ഇസ് ഡിക്റ്ററ്റോറിയൽ ആൻഡ് ഫാസിസ്റ്റ്. ഇന്ത്യയിൽ കണ്ടുവരുന്നൊരു ട്രെൻഡ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർക്കെതിരെ വരുന്ന ക്രിമിനൽ ചാർജസ് ആണ്. അങ്ങനെ വിമർശനങ്ങൾ ധൈര്യത്തോടെ പറയുന്നവരെ ജയിലറകളുടെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നത് ഒരു ഡെമോക്രസിക്ക് ചേർന്നതല്ല. നമ്മൾ എലക്ട് ചെയ്ത് നമുക്ക് വേണ്ടി ഭരിക്കുന്നവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് അതിർത്തി തോന്നിയാൽ അത് വോയിസ് ഔട്ട് ചെയ്യാനുള്ള എല്ലാ അധികാരവും നമുക്കുണ്ട്. നമ്മുടെ അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു ഔദാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ ഔദാര്യം? ജുഡീഷ്യറിയുടെ ഔദാര്യം. ഈ അടുത്ത് ഹിന്ദുവിൽ വന്നൊരു ആർട്ടിക്കിളാണിത്. ഈ ആർട്ടിക്കിളിന്റെ കോണ്ടന്റ് വേറൊന്നുമല്ല. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ കോണ്ടന്റ് പോലീസിങ് ഇന്ത്യയിൽ ഫ്രീ സ്പീച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതിൽ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ റൈറ്റ് ടു ഫ്രീ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊട്ടക്റ്റഡ് ആണ്. Article 19(1)(a) of the Indian Constitution guarantees the right to freedom of speech and expression. It states that all citizens shall have the right to freedom of speech and expression. ഇതിൽ എന്തൊക്കെ പെടും? അതായത് ഈ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ എന്തൊക്കെ ഫ്രീഡംസ് വരും? ഫ്രീഡം ഓഫ് പ്രസ്, റൈറ്റ് ടു എക്സ്പ്രസ് ഒപ്പീനിയൻസ് ഫ്രീലി, റൈറ്റ് ടു സൈലൻസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, ആർട്ടിസ്റ്റിക് ലിറ്റററി ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ഈവൻ ഓൺലൈൻ ആൻഡ് ഡിജിറ്റൽ സ്പീച്ച്. പക്ഷേ ഈ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആബ്സല്യൂട്ട് ആണോ? അല്ല. ആർട്ടിക്കിൾ 92 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചില റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ റെസ്ട്രിക്ഷൻസ്? ഇന്ത്യയുടെ സോവറിനിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഡാമേജ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് പാടില്ല. സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്സ്, പബ്ലിക് ഓർഡർ, ഡീസൻസി ഓർ മൊറാലിറ്റി. അതായത് പബ്ലിക് ഓർഡറും ഡീസൻസി മൊറാലിറ്റിയും ഒന്നും അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് പാടില്ല. കോണ്ടന്റ് ഓഫ് കോർട്ട് അഥവാ കോടതി ലക്ഷ്യം, ഡിഫമേഷൻ, ഇൻസൈറ്റ്മെന്റ് ടു എൻ ഒഫൻസ്. സോ കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊട്ടക്റ്റഡ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ടെന്ന് കരുതി എന്തും പറയാന്നല്ല. വളരെ റീസണബിൾ ആയ റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്ട്രിക്ഷൻസ് ഇന്റർപ്രറ്റ് ചെയ്യുന്ന, എസ്പെഷ്യലി ജുഡീഷ്യറി ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി കാണുമ്പോൾ ശരിക്കും പേടിയാവുന്നു. കാരണം ജുഡീഷ്യറി എന്നും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്നൊരു ബോഡിയാണ്, ലൈക്ക് എ ഡിഫൻസീവ് വാൾ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജുഡീഷ്യറി ഈസ് ആക്ടിങ് മോർ ലൈക്ക് എ മോറൽ കസ്റ്റോഡിയൻ. കോടതികൾ ഇപ്പോൾ ആളുകളുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ സ്പീച്ചിലെ ലീഗാലിറ്റി അല്ല ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കൂടുതലും കണ്ടുവരുന്നത് കോടതികൾ ആളുകളിൽ നിന്ന് ക്ഷമാപണം ആവശ്യപ്പെടുന്നതാണ്. എന്തിന്റെ പേരിൽ? അച്ചടക്കത്തിന്റെയും പൊതുമര്യാദയുടെയും പേരിൽ, അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൈഡിന്റെ പേരിൽ. ഇതിലെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി അവകാശങ്ങൾക്ക് പകരം വികാരങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ കൈൻഡ് ഓഫ് ടൈറണി. എപ്പോൾ മുതലാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന് ഇത്ര അസഹിഷ്ണുത ബാധിച്ചത്? ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഈ കൂടി വരുന്ന സെൻസിറ്റിവിറ്റി ഇസ് മോസ്റ്റ് ഡെഫിനറ്റ്ലി എ സൈൻ ഓഫ് റിഗ്രഷൻ. ഇതിന് വളരെ റീസെന്റ് ആയിട്ട് നടന്ന ഉദാഹരണങ്ങളും ഉണ്ട്. ഒരു 24 വയസ്സുകാരൻ നമ്മുടെ പ്രധാനമന്ത്രിയെ ക്രിറ്റിസൈസ് ചെയ്ത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടു. ദി പോസ്റ്റ് വാസ് അബൌട്ട് സീസ്ഫയർ വിത്ത് പാകിസ്ഥാൻ. ദി അലഹാബാദ് ഹൈക്കോർട്ട് refused to quash his FIR. Why? The court stated that emotions cannot be permitted to overflow. ശരിയാണ്, ഏതൊരു വിഷയത്തിലും ഇമോഷൻസ് ഓവർഫ്ലോ ചെയ്യുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഒരു ക്രിറ്റിസിസം പറഞ്ഞു എന്ന് വെച്ച് ക്രിമിനൽ ചാർജസ് ഫേസ് ചെയ്യേണ്ട അവസ്ഥയുണ്ടോ? ഉദാഹരണം 2, കമൽഹാസൻ പഗ് ലൈഫ് സിനിമ പ്രൊമോഷൻസിന്റെ ഇടയിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കുകയും ആ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ കമൽഹാസൻ മാപ്പ് പറയണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നു. വിഷയം അവസാനം കോടതി വരെ എത്തി. കമൽഹാസൻ ഈ ഉണ്ടായ തെറ്റിദ്ധാരണയ്ക്ക് മാപ്പ് പറയില്ല എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ഈ ഒരു വിഷയത്തിൽ കർണാടക ഹൈക്കോടതി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഈ വിഷയത്തിൽ വളരെ പ്രസക്തമാണ്. ദി കർണാടക ഹൈക്കോർട്ട് ഡിഡ്ന്റ് ആസ്ക് വെദർ ദി സ്റ്റേറ്റ്മെന്റ്സ് മെയ്ഡ് ബൈ മിസ്റ്റർ കമൽഹാസൻ were defamatory or if it incited hatred, but instead the Karnataka High Court asked him to or advised him to apologize to the sentiments of masses. ഇതും വളരെ ഡേഞ്ചറസ് ആയ ഒരു പ്രസിഡന്റ് ആണ് നമുക്ക് മുന്നിൽ സെറ്റ് ചെയ്യുന്നത്. ഒരാളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സ്പീച്ച് ഇനി ഒരു പോപ്പുലാരിറ്റി ടെസ്റ്റ് പാസ്സാകണോ? എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണോ ഈ രാജ്യത്ത് സംസാരിക്കേണ്ടത്? ഈ വിഷയത്തിന്റെ തന്നെ തുടർച്ച എന്നോണം ദി സുപ്രീം കോർട്ട് അപ്പൽഡ് കമൽഹാസൻസ് റൈറ്റ് ടു സ്ക്രീൻ ദ മൂവി. ക്ഷമാപണം നടത്തണം എന്നൊക്കെ പറയേണ്ടത് കർണാടക ഹൈക്കോടതിയുടെ ജോലിയല്ല എന്ന് സുപ്രീം കോടതി ഈ വിഷയത്തിൽ പറഞ്ഞു. പിന്നെ സുപ്രീം കോടതി എല്ലാ വിഷയങ്ങളിലും ഈ സ്റ്റാൻഡ് അല്ല കേട്ടോ എടുക്കുന്നത്. രൺഗർ അലഹാബാദിയ അല്ലെങ്കിൽ ഡിയർ ബൈസെപ്സ് ഒരു ഡാർക്ക് ഹ്യൂമർ ഷോയിലിരുന്ന് പറഞ്ഞ ഒബ്സീൻ തമാശകളുടെ പേരിൽ അയാളുടെ പോഡ്കാസ്റ്റ് നിർത്തിവെക്കാൻ ഉത്തരവുണ്ടാവുന്നു. ഇന്റർനാഷണൽ ട്രാവൽ ബാൻ കൊടുക്കുന്നു. യെസ്, ദി ജോക്ക് വാസ് ഒബ്സീൻ ആൻഡ് ഇമ്മോറൽ.
പക്ഷെ അയാൾ ഒരു ഡാർക്ക് ഹ്യൂമർ സബ്സ്ക്രൈബേഴ്സ് ഓൺലി ഷോയിൽ ഇരുന്ന് പറഞ്ഞ തമാശയ്ക്ക് അയാളുടെ വളരെ ഡീസന്റ് ആയ, അതായത് ഈ മൊറാലിറ്റിയുടെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോഡ്കാസ്റ്റ് നിർത്തിവെക്കാൻ കോടതി പറഞ്ഞത് ഡസന്റ് മേക്ക് സെൻസ്. സോറി, എന്തിനാ ഇതൊക്കെ? ഇതിന്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പോയിന്റ് എന്താണെന്ന് എനിക്ക് ശരിക്കും ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു റിലീഫ് എന്നോണം കോടതി തന്നെ വീണ്ടും രൺവീറിന് പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള അനുവാദമൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ബിക്കോസ് ഓൾമോസ്റ്റ് 280 പീപ്പിൾ വർക്കിംഗ് അണ്ടർ അവരുടെ കാര്യം കൂടി കൺസിഡർ ചെയ്താണ് ദി രൺവീർ ഷോ വീണ്ടും തുടങ്ങാനുള്ള അനുവാദം കോടതി കൊടുത്തത്. പിന്നെ മൊറാലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത കാര്യങ്ങളായിട്ട് എപ്പോഴും പറയുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു ടോപ്പിക് ആണല്ലോ സെക്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടബു ടോപ്പിക്. നാളെ ഈ മൊറാലിറ്റിയുടെ പേരും പറഞ്ഞ് അജന്ത എല്ലോറ കേസിലെ സെക്ഷൽ ഡെപ്പിക്ഷൻസ് പൊളിച്ചു മാറ്റണം എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാലോ, അത് നമ്മുടെ മൊറാലിറ്റിക്കും സംസ്കാരത്തിനും ചേർന്നതല്ല എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ കാമസൂത്ര ഇന്ത്യയിൽ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞാലോ അതും ചെയ്യോ, അല്ലെങ്കിൽ ആ കേസ് പൊളിച്ചു മാറ്റോ? നിരോധിച്ച് അവസാനം എന്തൊക്കെ നിരോധിക്കും? ഞാൻ പറഞ്ഞുതരാം. അവസാനം നമ്മുടെ അവകാശങ്ങൾ തന്നെ നിരോധിക്കും. പിന്നെ ഞാൻ ഇന്ത്യയിൽ കണ്ടുവരുന്നൊരു ട്രെൻഡ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർക്കെതിരെ വരുന്ന ക്രിമിനൽ ചാർജസ് ആണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ദി അറസ്റ്റ് ഓഫ് ജിഗ്നേഷ് മേവാനി ആൻഡ് ദെർ ആർ ഓൾസോ മെനി അതേഴ്സ്. പക്ഷെ ജിയെ ക്രിട്ടിസൈസ് ചെയ്താൽ എന്തായാലും അറസ്റ്റ് ഉണ്ടാവുമല്ലോ. ഈ ജിഗ്നേഷ് മേവാനിയെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം ഗുജറാത്തിലെ ഒരു MLA ആണ്. നരേന്ദ്രമോദിയെ ക്രിട്ടിസൈസ് ചെയ്ത് ട്വീറ്റ് ഇട്ടു എന്നതാണ് അയാൾ ചെയ്ത കുറ്റം. Criticism is the soul of democracy. Criticism ये डेमोक्रेसी की आत्मा है എന്ന് പറഞ്ഞ മോദിജിയെ ക്രിട്ടിസൈസ് ചെയ്തു എന്ന് പറഞ്ഞാണ് ജിഗ്നേഷിനെ അറസ്റ്റ് ചെയ്തതെന്ന് ഓർക്കണം. ആരും ചിരിക്കരുത്. Jignesh Mevani was charged with serious offences like Section 153A of the Indian Penal Code, that is promoting enmity between different groups on the grounds of religion, race, etc. Section 295A, deliberate and malicious acts intended to outrage religious feelings. Section 504, intentional insult with an intent to provide breach of peace. There are also charges for offensive social media content. The tweets posted by Jignesh Mevani was definitely political in nature. പക്ഷേ criticizing elected leaders is a core aspect of free speech. In Mevani's case, there was no call for violence and there was no provable incitement to hatred. ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സും ക്രിറ്റിസിസം നേരിടുന്നുണ്ട്. പ്രധാനമന്ത്രിയും ആ വിമർശനങ്ങൾക്ക് അതീതനൊന്നുമല്ല. കാരണം നമ്മൾ എലക്ട് ചെയ്ത് നമുക്ക് വേണ്ടി ഭരിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അതിർത്തി തോന്നിയ അത് വോയിസ് ഔട്ട് ചെയ്യാനുള്ള എല്ലാ അധികാരവും നമുക്കുണ്ട്. അങ്ങനെ വിമർശനങ്ങൾ ധൈര്യത്തോടെ പറയുന്നവരെ ജയിലറകളുടെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നത് ഒരു ഡെമോക്രസിക്ക് ചേർന്നതല്ല. ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസിയിലിരുന്ന് ഞാനിത് പറയുകയാണ്. ദിസ് ടെൻഡൻസി ഇസ് ഡിക്റ്ററ്റോറിയൽ ആൻഡ് ഫാസിസ്റ്റ്. പല കാര്യങ്ങളും ഒട്ടും സ്മൂത്ത് അല്ലാതെ ഓടുന്ന ഈ രാജ്യത്ത് നമുക്ക് ആകെ ഒരു ആശ്വാസം ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറി തന്നെ ഇങ്ങനെ സെൻസിറ്റീവ് ആകാനും പിണങ്ങാനും ആൾക്കാരെ കൊണ്ട് ക്ഷമാപണം നടത്താനും ഏത്തൊടിയാനും ഒക്കെ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറയുന്നത് ന്യായാധിപന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങളെയും വ്യാഖ്യാനങ്ങളെയും ഉയർത്തിപ്പിടിക്കേണ്ടവരാണ്. അല്ലാതെ സംസ്കാരത്തിൻ്റെയും വികാരത്തിൻ്റെയും മേൽനോട്ടക്കാരല്ല അവർ. ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിളില്ലേ, അതിൽ നിന്ന് ഒരു പാരഗ്രാഫ് വായിച്ച് ഞാൻ നിർത്താം. ബട്ട് ഡെമോക്രസീസ് ആർ നോട്ട് ബിൽറ്റ് ഓൺ അഗ്രീബിൾ സ്പീച്ച്. They thrive on disagreement, noisy, rude, and even reckless at times. The test of society's strength is not how well it tolerates politeness, but how it handles provocation. Free speech is not about giving offense, but about withstanding it. If India has to preserve its democratic soul, it must restore the dignity of dissent. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമയിൽ പോകുന്നതല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിലകൊള്ളുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം. മര്യാദരാമന്മാരെ എല്ലാവരും ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകുന്നതല്ല നമുക്ക് ആവശ്യം. മറിച്ച് പ്രകോപനങ്ങൾക്കിടയിലും സമാധാനപരമായ ഒരു അന്തരീക്ഷം കൊണ്ടുപോവുകയും എല്ലാ ചിന്തകൾക്കും ഒരു വേദി ഒരുക്കുകയുമാണ് ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതെല്ലാവരും ഓർത്തു കഴിഞ്ഞാൽ വളരെ നല്ലത്. താങ്ക് യു.